ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അളിയ, ഇതാണോ സ്ഥലം? ദിവ്യ ഇവിടെ ഉറപ്പാണോ? അത് അളിയ, പക്ഷേ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയില്ല. ലൊക്കേഷൻ എവിടെയാ കാണിക്കുന്നത്? ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചേക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. ഹലോ രാജുവേട്ടാ, ഞാൻ അയച്ചേക്കുന്ന ലൊക്കേഷനിലേക്ക് ഉടനെ വരണം. വേണ്ട, തിരിച്ചു വിളിക്കണ്ട. ചിലപ്പോ അപകടമായിരിക്കും. ദിവ്യ അയച്ച ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുമ്പ് അളിയനൊന്ന് വിളിച്ചു പറയാം. ഹലോ, അളിയ എവിടെ? അളിയ, ഞാൻ അളിയന്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അളിയൻ ഉടനെ തന്നെ അവിടേക്ക് എത്തണം. ശരി അളിയ. അളിയ, ഉള്ളത് പറയാലോ, വൈറ്റ് ആൻഡ് വൈറ്റിലേ നീ അസാധ്യ ലുക്ക. നിനക്ക് ഈ വേഷം അങ്ങ് സ്ഥിരപ്പെടുത്തിയാലോ അളിയ. നിന്റെ അമ്മാവന്റെ പാത പിടിച്ച് നീ രാഷ്ട്രീയത്തിലേക്കൊന്ന് ഇറങ്ങ്. നീ എന്താ വിഷ്ണു ഈ പറയുന്നേ? ദീപകിന് പൊളിറ്റിക്സ് ഒന്നും ശരിയാവില്ല. നമ്മുടെ കൂടെ ബോംബെയിൽ പറന്നു കിടന്ന ഇവൻ എങ്ങനെയാ ഇവിടെ കേരളത്തിലെ സെറ്റപ്പില്? ഇവനൊന്നും സെറ്റാവില്ല. ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് കിട്ടാനാ? എടാ വിവരദോഷി, കേരളത്തിൽ ഏറ്റവും ലാഭമുള്ള മേഖല രാഷ്ട്രീയമാണ്. നോ ഇൻവെസ്റ്റ്മെന്റ്. വെറുതെ കുറച്ച് സേവനമൊക്കെ നടത്തി കുറച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാ മതി. ഇവന്റെ അമ്മാവന്റെ കാര്യം തന്നെ നോക്ക്. എന്നെ ഒരു സെറ്റപ്പിലാ പുള്ളി ജീവിക്കുന്നത്. ഹേയ്, അമ്മാവനാള് സ്ട്രൈറ്റ് ഫോർവേഡാ. പക്ഷേ നീ അങ്ങനല്ലല്ലോ അളിയ. രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞാനും അമ്മയും കൂടെ നിന്നൊന്ന് പയറ്റി നോക്കിയതാ. പക്ഷെ അന്ന് ആ വേലക്കാരി പെണ്ണ് എനിക്കൊരു മുട്ടം പണി തന്ന് എല്ലാം കൊളാക്കി. അതിനെന്താടാ, ഈ കല്യാണം കഴിഞ്ഞാ പിന്നെ നിനക്ക് നേരെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമല്ലോ. MLA ഇലക്ഷന് മത്സരിക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അടുത്ത ഒരു 5 വർഷം എല്ലാം കണ്ടും കേട്ടും ഒന്ന് പയറ്റി തെളിഞ്ഞിട്ട് അടുത്ത തവണ മത്സരിക്കണം. നീ ജയിക്കൂടാ. നമുക്ക് നോക്കാം. നീ ഒരു മിനിസ്റ്റർ ആയിട്ട് വേണം എനിക്ക് എന്റെ ബിസിനസ് ഒക്കെ പോലീസിനെയും എക്സൈസിനെയും പേടിക്കാതെ ധൈര്യമായിട്ട് നടത്താൻ. ഓ, അപ്പൊ അതായിരുന്നു സാറിന്റെ ഉദ്ദേശമല്ലേ? ദീപകിനെ മന്ത്രിയാക്കിയിട്ട് പിന്നിലൂടെ നിരോധിത വസ്തുക്കളുടെ കച്ചവടം. ഡാഡാ, അങ്ങനെ ആ പേര് പറഞ്ഞ് കൊച്ചാക്കല്ലേ. നീ ഇട്ടിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റ് ഒക്കെ ആ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ടാ. എന്തായി മക്കളെ, ദീപകിനെ ഒരുക്കിയോ? ഇപ്പൊ കഴിയും ആന്റി. ദീപക്കെ, അമ്മ വേണമെങ്കിൽ ആ ബ്യൂട്ടീഷ്യനെ ഇങ്ങോട്ടേക്ക് അയക്കാം. എന്തിന്? എനിക്ക് മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ശരി. വിഷ്ണു, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ നിങ്ങൾ എന്ത് ബിസിനസിനെ കുറിച്ചാ സംസാരിച്ചേ? അതാന്റി അച്ഛന്റെ ലെതർ ഫാക്ടറിയുടെ കാര്യമാ. നിങ്ങൾ ഇവനെ ഒരുക്ക, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ ആന്റി. അല്ല, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ഇല്ല ആന്റി. അപ്പൊ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പറയാം. ശരി ആന്റി. ശരി അമ്മേ. അളിയ, ഇതാണോ സ്ഥലം? ദിവ്യ ഇവിടെ ഉറപ്പാണോ? അത് അളിയ, പക്ഷേ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയില്ല. ലൊക്കേഷൻ എവിടെയാ കാണിക്കുന്നത്? അളിയ വാ, നമുക്കകത്ത് നോക്കാം.
അളയ നമ്പർ വിളിച്ചു നോക്ക്. റിംഗ് അടിക്കുന്ന ശബ്ദം കേട്ട് അവൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. വേഗം വിളിക്കളിയാ. ശ്ശേ, കിട്ടുന്നില്ലല്ലോ. അളയ വാ, നമുക്ക് നോക്കാം. അളിയ വാ. ദിവ്യേ, ദിവ്യേ, രാജുവേട്ടാ, ആ, ഈ കൈ. ആരാ ആരാ അവിടെ? ദിവ്യേ, കുഞ്ഞെവിടെ? അകത്താണെന്ന് തോന്നുന്നു. ആരാ? ഒന്ന് തുറക്കാവോ? പറഞ്ഞു കേട്ടില്ലേ? അയ്യോ, യാമിനി മാഡം, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. നിങ്ങൾ ഇറങ്ങുകയാണോ? ഇല്ല, ഞങ്ങള് വിവാഹവും കഴിഞ്ഞ് റിസപ്ഷനും കഴിഞ്ഞ് പോവും. ഫുൾ ഡേ ഇവിടെ ഉണ്ടാവണമെന്നാ അംബിക മാഡം പറഞ്ഞിരിക്കുന്നത്. ചെറിയമേ, എന്താ മോളെ? എന്റെ മുഖമൊക്കെ ചൊറിയുന്നത് പോലെ. ദേ, ഇവിടെ കവിളിൽ ചുവന്ന് തടിച്ചിട്ടുമുണ്ട്. നോക്കട്ടെ. അയ്യോ, ശരിയാണല്ലോ, ചുവന്ന് തടിച്ചിട്ടുണ്ട്. എന്താ ഐശ്വര്യ ഇത്? ദൈവമേ, ഇതെന്തു പറ്റിയതാ? ഋതിക മാഡത്തിന് എന്തെങ്കിലും അലർജി ഉണ്ടോ? ഏയ് ഇല്ല. ഋതുമോൾക്ക് അങ്ങനെ യാതൊരു അലർജി ഇല്ലാത്താണല്ലോ. ചെറിയമേ, എന്റെ മുഖമൊക്കെ വല്ലാതെ ചൊറിയുന്നു. അയ്യോ മാഡം, തുടക്കല്ലേ. തുടച്ചാ മേക്കപ്പ് എല്ലാം പോവും. പിന്നെ ആദ്യം മുതൽ എങ്ങനെയാ ചെയ്യുന്നേ? പിന്നെ ഋതുമോൾക്ക് മുഖം ഇങ്ങനെ ചുവന്ന് തടിക്കുമ്പോ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ എങ്ങനെയാ? അല്ല, എന്താ ഇവിടെ പ്രശ്നം? എന്തിനാ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നേ? ചേച്ചി, ഋതുമോളുടെ മുഖമൊക്കെ ഇതാ ചുവന്ന് തടിച്ചു. നോക്കട്ടെ. ദേ, ചെറിയമ്മ മോളും കൂടി വെറുതെ വിളച്ചിലെടുക്കല്ലേ. വിവാഹത്തിന് വന്ന് നിൽക്കാതിരിക്കാനായി ഓരോരോ അടവുകളുമായി നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കൂന്ന് ഞാൻ ഊഹിച്ചതാ. പക്ഷേ അതിങ്ങനെയായിരിക്കുന്നു ഞാൻ കരുതിയില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മുഖം ചുവന്ന് തടിക്കുന്നത് കണ്ടോ?